കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. सर्वणभवाय नमः. ओम शं सर्वणभवाय नमः. ओम षण्मुखदेवाय नमः. ओम शं सुब्रह्मण्येश्वर स्वामिने नमो नमः. ओम कार्तिकेयाय नमः. ओम फलनिवासाय नमः. ओम कार्तिकेयाय नमः. क्षीरं समर्पयामि. आपोहिष्ठामयोपूर्जे ददातः महेरणाय चिच्छेयमस्यवतमोर्षदस्य भागे देहनोस्तेरव मात्रः तस्मा अरङ्गमामो यशिच्छेय तदापो जनयदा जनः. क्षीरं समर्पयामि. ओम शं सर्वणभवाय नमः. ओम कार्तिकेयाय नमः. ओम शं सुब्रह्मण्यस्वामिने नमो नमः. എന്താ ഇത്? ഇവിടെ ഭഗവാനെ കണ്ടെത്തിയതിൽ എല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണല്ലോ. ഇയാളുടെ ചേച്ചിയും മുത്തശ്ശിയും ഭക്തിയോടെ പൂജയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇയാൾ മാത്രം എന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നു? എന്നോട് ദേഷ്യമുള്ളത് പോലെ തന്നെ ഇയാൾക്ക് ഭഗവാനോടും ദേഷ്യമാണോ? ഓം ആപദാം ഭർത്താരം ധാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. എന്താ ഭവാനി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുന്നത്? വാ, വന്ന് പ്രാർത്ഥിക്കേ. വാ മോളെ. യസ്യവാനാമരൂപാഭ്യാം യാ ദേവീ സർവമംഗളഃ ത്രയോ സംസനാത്മസാം സർവതോ ജയമംഗളം ലാഭസ്തേഷാം ജയസ്തേഷാം വൃത്തസ്തേഷാം പരാഭവ യേഷാം ഇന്ദേവരസ്യ മൃദേസ്തോ ജനാർദ്ദനഃ ആപദാം ഭർത്താരം ധാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ഓം ശം സർവണഭവായ നമഃ. ക്ഷീരം സമർപ്പയാമി. ഓം കാർത്തികേയായ നമഃ. ക്ഷീരം സമർപ്പയാമി. ఓం కపాలవే నమః. ఓం ఓం భక్తవత్సలాయ నమస్తేస్తు భగవన్ విశ్వేశ్వరాయ మహాదేవాయ కాలాగ్ని రుద్రాయ నీలకంఠాయ మృత్యుంజయాయ సర్వేశ్వరాయ సౌందధారణాయ నమః. శ్రీమన్మహాదేవాయ నమః. క్షీరం సమర్పయామి. ఓం శం సర్వణభవాయ నమః. ఓం కార్తికేయాయ నమః. ఓం షణ్ముఖదేవాయ నమః. ఓం పార్వతీపుత్రాయ నమః. ఓం శం సర్వణభవాయ నమః. వల్లీ దేవసేన శ్రీ సుబ్రహ్మణ్య స్వామినే నమో నమః. క్షీరం సమర్పయామి. ఆపోహిష్టామయోపవాదాన పూజ్య దదాతన మహేరణాయ చిచ్ఛేయావస్యవతమోర్షః సత్యవాజయ దేహనౌ స్థిరవ మాతరః తస్మా అరంగమామవో యశిచ్ఛయాయ జన్మద ఆపో జనయదా జనః. అర్జున్. ఓం శం సర్వణభవాయ నమః. శుద్ధోదక స్నానం సమర్పయామి. క్షీరం సమర్పయామి. శం సర్వణభవాయ నమః. ఓం కార్తికేయాయ నమః. ఓం నమస్తేస్తు భగవన్ విశ్వేశ్వరాయ మహాదేవాయ త్ర్యంబకాయ త్రిపురాంతకాయ త్రికాగ్నికాలాయ కాలాగ్ని రుద్రాయ
బ్రహ్మాత్మక నవ్య జీవనాధారం వర్ణరహిత వర్గమధిత లలిత లలిత భావలులిత భాగ్య రచిత భోగ్య మహిత వసుదైక కుటీరం ఓం బ్రహ్మణ్యాయ నమః ఓం మహాసుదాయ నమః ఓం బ్రహ్మణ్యాయ నమః ఓం బ్రాహ్మణప్రయాయ నమః ഹലോ മാഡം, ഷൂട്ട് തുടങ്ങാൻ പോവാ. ഞാൻ വീഡിയോ കോൾ കണക്ട് ചെയ്യാം, കണ്ടു നോക്കൂ. ഓക്കെ. ഈ ആളുകളെ കണ്ടിട്ട് എനിക്കെന്തിനാ? ആദ്യം വിഗ്രഹം കാണിക്കും. ഓക്കെ മാഡം. സുദരണീയം ഭഗവദന്ത സ്വാമതീയ അമീയ തോദനീയ ഭഗേവ ഹോതാംഗ അസർദേവാസ്ദേവ വയം ഭഗവന്ത ശ്യാമ ഭക്തംഗ ഭഗ നർമ്മദീയ.
ഇപ്പൊ നാഗപുരത്ത് ശ്രീ മുരുകന്റെ വിഗ്രഹം പുറത്തു വന്നിരിക്കുകയാണ്. ഫഗപ്രണേതർ ഫഗത സപ്തദ്രാദോ ഭഗേമം ധിയമുദവാതതന്ന ഫഗപ്രാണോ ജനകീ ശ്രീ മുരുകന്റെ വിഗ്രഹമാണെങ്കിൽ തീർച്ചയായും വേലുണ്ടാവുമല്ലോ. എന്താ ഇതില് വേലില്ലാത്തത്? ഫഗപ്രണേതർ ഫഗത സപ്തദ്രാദോ ഭഗേമം ധിയമുദവാതതന്ന ഭഗപ്രാണോ ജനകീയം ഉദാദീനീയം ഭഗവതന്ത സ്വാമദ്യോഗ പ്രപീതത് ഉദത്തദ്യോ അഹനാം ഉദ്യോദിതാ മഖവൻ സൂര്യസ്സ വയം ദേവനാം സുമത സൗമയ്യ സുദനീയം ഭഗവതന്ത സ്വാമദീയ പബീയ ഉദ മധ്യേ ഉത്തോദനീയ ഭഗ ഏവ ഹോഗാങ് അസർദേവാസ്നേവ വയം कृष्णाय नमः ॐ कपालवे नमः ॐ भक्तवत्सलाय नमः ॐ उमासनवे नमः ॐ कुमारा കൃഷ്ണനാഥ പണിക്കരെ, വിഗ്രഹം പുറത്തു വന്നതിൽ സന്തോഷമുണ്ട്. പുറത്തു വന്ന വിഗ്രഹത്തെ നമുക്ക് എത്രയും വേഗം പ്രതിഷ്ഠ ചെയ്യണ്ടേ? ചെയ്യണം. ദൈവകാര്യങ്ങളിൽ നമ്മൾ അമാന്തം പാടില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ മുഹൂർത്തം നോക്കാറില്ലേ? പ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് നല്ല സമയവും മോശ സമയവും ഒക്കെ നോക്കണമല്ലോ. നോക്കു തിരുമേനി, വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് നല്ലൊരു മുഹൂർത്തം നോക്കണം. ഇതിൽ നോക്കാൻ എന്തിരിക്കുന്നു? ഇനി 3 ദിവസം കഴിയുമ്പോൾ മുരുകന്റെ ഷഷ്ടി വരികയില്ലേ? അന്ന് ഭഗവാന്റെ ജന്മദിനം കൂടി ആയതുകൊണ്ട് അതിനേക്കാൾ നല്ലൊരു മുഹൂർത്തം പിന്നെ വേറെ ഇല്ല. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ശ്രീമുരുകന്റെ ഷഷ്ടി ദിവസം തന്നെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അങ്ങനെ ആയിക്കോട്ടെ. ഹരോഹര ഹരോഹര ഭഗപ്രാണോ ജനകീയം ഉദാദീനീയം ഭഗവതന്ത സ്വാമദ്യോഗ പ്രപീതത്. ശരി, എല്ലാരും ഒന്ന് നാളികേരം ഉടച്ചോളൂ. ഫഗപ്രണേതർ ഫഗത സപ്തദ്രാദോ ഭഗേമം ധിയമുദവാതതന്ന ഭഗപ്രാണോ ജനകീയം ഉദാദീനീയം ഭഗവതന്ത സ്വാമദ്യോഗ പ്രപീതത് ഉദത്തദ്യോ അഹനാം ഉദ്യോദിതാ മഖവൻ സൂര്യസ്സ വയം ദേവനാം സുമത സൗമയ്യ സുദനീയം ഭഗവതന്ത സ്വാമദീയ പബീയ ഉദ മധ്യേ ഉത്തോദനീയ ഭഗ ഏവ ഹോഗാങ് അസർദേവാസ്നേവ വയം ഫഗപ്രണേതർ ഫഗത സപ്തദ്രാദോ ഭഗേമം ധിയമുദവാതതന്ന ഭഗപ്രാണോ ജനകീയം ഉദാദീനീയം ഭഗവതന്ത സ്വാമദ്യോഗ പ്രപീതത് ഉദത്തദ്യോ അഹനാം ഉദ്യോദിതാ മഖവൻ സൂര്യസ്സ വയം ദേവനാം സുമത സൗമയ്യ സുദനീയം ഭഗവതന്ത സ്വാമദീയ പബീയ ഉദ മധ്യേ ഉത്തോദനീയ ഭഗ ഏവ ഹോഗാങ് അസർദേവാസ്നേവ വയം सरवणभव स्वामिनाथ गुरवे नमः ഭവാനി ഒന്ന് നിന്നേ. ഹലോ ഭവാനി, ഭവാനി നിക്ക് നിക്ക് ഭവാനി, എന്താ ഇത്? എവിടെ പോവാ? ഇതെങ്ങോട്ടാ ഭവാനി? ഇയാൾക്ക് എന്താ പറ്റിയ? ഇയാളിപ്പോ എന്തിനാ കരയുന്നത്? ഇയാളോടാ ചോദിച്ചേ എന്തു പറ്റി? എന്താ സംഭവിച്ചെന്ന് പറ ഭവാനി.
എന്താ പറ്റിയേ? ആ മുരുകന്റെ വിഗ്രഹം കണ്ട ഉടനെ എന്റെ ഏട്ടനെ കുറിച്ച് ഓർമ്മ വന്നു. ഇയാളുടെ ചേട്ടൻ ജീവനോടെ ഉണ്ടെന്നല്ലേ ഇയാൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? അപ്പൊ അതേപ്പറ്റി ഓർമ്മ വരുന്നത് സ്വാഭാവികമല്ലേ? പക്ഷെ ആ വിഗ്രഹം കണ്ടപ്പോ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത. ഇയാളിങ്ങനെ ഇവിടെ നിന്ന് കരഞ്ഞ ഈ കാണുന്നവരെന്താ വിചാരിക്കുക? ഇയാളുടെ പ്രശ്നം എന്താന്ന് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. ഈ ആളുകള് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയാലോ. സോ പ്ലീസ് ആ കണ്ണീരും തുടക്കേ. പ്ലീസ് ആ കണ്ണും തുടക്കേ. ദേ നോക്ക്, ഇയാള് നല്ല വിഷമത്തിലാണെന്ന് എനിക്കറിയാം. പ്ലീസ് കൂൾ, റിലാക്സ്. അല്ല, ആ വിഗ്രഹം കണ്ടപ്പോ പെട്ടെന്ന് ചേട്ടന് ഓർമ്മ വന്ന എന്തുകൊണ്ടാ? ഓ, ഇയാളുടെ ചേട്ടൻ വലിയ മുരുകഭക്തനായിരിക്കും അല്ലേ? അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തെ മുരുകന്റെ ഷഷ്ടി ദിവസത്തിൽ പ്രതിഷ്ഠ ചെയ്യണമെന്നാ പറഞ്ഞിരുന്നത്. 2 വർഷം മുമ്പേ മുരുകന്റെ ഇതേ ഷഷ്ടി ദിവസത്തിലാണ് എന്റെ ചേട്ടനെ കാണാതെ പോയത്. ആ മുരുകന്റെ ഷഷ്ടി ദിവസത്തിനും ഈ മുരുകന്റെ വിഗ്രഹത്തിനും എന്റെ ഏട്ടനെ കാണാതായതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബന്ധമുണ്ടെന്ന് ഇയാൾ എന്തുകൊണ്ടാ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? 2 വർഷത്തിനു മുമ്പ് ഞാൻ അമേരിക്കയിലേക്ക് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അത് പിന്നെ ഭവാനി, ഭവാനി, എന്താ എന്നെ സൈറ്റ് അടിക്കുന്നത് പോലെയാണല്ലോ അമ്മൂമ്മയുടെ നോട്ടം. നീ അമേരിക്കയിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോ മുതല് എന്റെ മനസ്സിനെന്തോ ഒരു വല്ലാത്ത ഭാരം. കൊച്ചുകുട്ടികളെ പോലെ എപ്പോഴും മിണ്ടാതിരിക്കണം, ബഹളം വെക്കരുത് എന്നൊക്കെ എന്നോട് അമ്മൂമ്മ എപ്പോഴും പറയാറില്ലേ? എന്നിട്ടിപ്പോ കരയാണോ? നീ ഒരു വികൃതി കുട്ടിയായോണ്ടാ ഒരു ദിവസം 1 മണിക്കൂർ പോലെ പോകുന്നത്. നീ ഇല്ലാതെ ഞാൻ ദിവസങ്ങൾ എങ്ങനെ തള്ളി നീക്കും? എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ? ഞാൻ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാ മുത്തശ്ശിയെ മറക്കുന്നാണ് വിചാരിക്കുന്നേ? ദിവസവും വീഡിയോ കോൾ ചെയ്ത് മുത്തശ്ശിയെ ദേഷ്യം പിടിപ്പിച്ച് നല്ല വഴക്ക് കേൾക്കാതെ എനിക്ക് അവിടെ എങ്ങനെയാ ഉറക്കം വരിക? ഈ കുരുത്തക്കേട് കാരണോ വേണ്ടാന്ന് പറയുന്നത്? മുത്തശ്ശി ഇങ്ങനെ കരയുകയാണെങ്കിൽ എനിക്ക് അമേരിക്കയിൽ പോവാതെ ഇവിടെ തന്നെ നിക്കണമെന്ന് ചിലപ്പോ തോന്നിപ്പോവും. അതിനുശേഷം പാചകം ചെയ്യുന്നത് എങ്ങനെയാ, വീട്ടുജോലി ചെയ്യുന്നത് എങ്ങനെയാ, പൂജ ചെയ്യുന്നത് എങ്ങനെയാ എന്നൊക്കെ മാത്രമേ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ പറ്റൂ. വേറെന്താ പഠിക്കാൻ പറ്റുക? ഒന്നും മനസ്സിലാക്ക് പ്ലീസ്. ശരിയെങ്കിൽ
ആഹാരം കഴിച്ചിട്ട് തുണിയൊക്കെ മടക്കി വെക്കാം. ആദ്യം വന്ന് കഴിക്കാൻ നോക്ക്. ഏട്ടൻ വന്നായിരുന്നോ? ഇതുവരെ വന്നില്ല മോളെ. ഏട്ടൻ വന്നിട്ട് കഴിച്ചോളാം. അവൻ ഇനി എപ്പോ വരുമെന്ന് ആർക്കറിയാം. നീ വന്നേ. അയ്യോ മുത്തശ്ശി, ഇങ്ങനെ നിർബന്ധം പിടിക്കല്ലേ പ്ലീസ്. ഇന്ന് ഒരു ദിവസം ഞാൻ ഏട്ടന്റെ കൂടെ കഴിച്ചോളാം. പ്ലീസ് പ്ലീസ്. നീ ഇല്ലെങ്കിൽ അവൻ കഴിക്കില്ല, അവനില്ലെങ്കിൽ നീയും കഴിക്കില്ല. ഓ, ഭയങ്കര സ്നേഹം തന്നെ. ചേട്ടനും അനിയത്തിയായ അങ്ങനെ തന്നെ ഇരിക്കും. ഓഹോ. ശരി ശരി, പെട്ടെന്ന് വരാൻ നോക്ക്. എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഏട്ടൻ ഇതെവിടെയാ പോയേ? പെട്ടെന്ന് വാ ഏട്ടാ. ഏട്ടാ, ആ ബോക്സിൽ എന്താ ഏട്ടാ? അത് എനിക്ക് കൊണ്ടുവന്നതാണോ? അത് പിന്നെ ഒന്നുമില്ല മോളെ. എനിക്ക് വേണ്ടി എന്തോ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ? എനിക്കറിയാത്. അത് നിനക്കല്ല മോളെ. ഏതോ സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അതെനിക്കറിയാം. അത് നോക്കട്ടെ ഏട്ടാ. അത് നിനക്കല്ലെന്ന് പറഞ്ഞില്ലേ മോളെ? ഞാൻ ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതെ ഏട്ടന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഏട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? ആ, മതി മതി മതി. നിങ്ങൾ ചേട്ടന്റെ അനിയത്തിന്റെ സ്നേഹമൊക്കെ പിന്നെ കാണിക്കാം. ആദ്യം വന്ന് കഴിക്കാൻ നോക്ക്. വാ, വന്ന് കഴിക്ക്. വന്നേ. എപ്പോഴും ഭക്ഷണത്തിന്റെ കാര്യമുള്ളൂ. വരുവാ. വാ മോളെ. വാ ഏട്ടാ. ആദി, നീയും വാടാ.